ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാ യമിസു ഇലൽ മുത്തഹറൂൻ എന്ന ഫിഖുൽ ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ്. എന്താണ് ഈ പാഠത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ്? അതെ, ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങളും ജനാബത്തുള്ളവർക്കും ഹൈല് നിഫാസ് ഉള്ളവർക്കും ഹറാമാകുന്ന കാര്യങ്ങളുമാണ് ഇതിൽ പറയുന്നത്. എങ്കിൽ നമുക്ക് തദ്രീബാത്തിലേക്ക് പോയാലോ? എന്താണ്? ഫസ്റ്റ് നുജീബ്. ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ എന്തെല്ലാം? എന്താണ്? നിസ്കാരം, തവാഫ്, സുജൂദ്, ജുമാഅത്തുൽ ഉതുബ, മുസ്അഫ് തൊടൽ, മുസ്അഫ് എടുക്കൽ. ജനാബത്തുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ ഏതെല്ലാമാണ്? നിസ്കാരം, തവാഫ്, സുജൂദ്, ജുമുഅത്തുൽ ഉതുബ, മുസ്അഫ് തൊടൽ, മുസ്അഫ് എടുക്കൽ, ഖുർആൻ പാരായണം, മസ്ജിദിൽ നിലകൊള്ളൽ. അടുത്തത് മൂന്നാമത്തത് എന്താണ്? ഹൈല് നിഫാസ് ഉള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ എന്തെല്ലാമാണ്? നിസ്കാരം, തവാഫ്, സുജൂദ്, മുസ്അഫ് തൊടൽ, മുസ്അഫ് എടുക്കൽ, ഖുർആൻ പാരായണം, നോൻപ്. കുളിയുടെ നിയ്യത്ത് എന്താണ് എഴുതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു. അഞ്ചാമത്തതോ, കുളിക്കുമ്പോൾ എവിടെയെല്ലാം വെള്ളമൊഴുക്കണം? ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും വെള്ളം ഒഴുക്കണം. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അതെ, ആരാണ് വലിയ അശുദ്ധിക്കാർ? ആരാണ് വലിയ അശുദ്ധിക്കാർ? ഇന്ദ്രിയം സങ്കൽപ്പിക്കൽ, സൗഭംഗം ചെയ്യൽ, ഹൈലുണ്ടാവുക, നിഫാസ് ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടാകുന്നവരാണ് വലിയ അശുദ്ധിക്കാർ. രണ്ടാമത്തെ പ്രവർത്തനം എന്താണ്? നക്തുബ് അസ്സലാത്ത്. അത് നക്തുബ് എന്ന് വെച്ചാൽ എഴുതാം എന്നാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളൊക്കെ എഴുതാനാണ്. സ്വലാത്ത്, സുജൂദ്, മസ്സു, മുസ്അഫ്, സൗമുൻ, മുക്സു ഫിൽ മസ്ജിദ്, തവാഫു, ഖുതുബത്തുൽ ജുമുഅ, ഖിറാഅത്തുൽ ഖുർആൻ, ജനാബത്ത്. ഇതൊക്കെ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താണ് മൂന്നാമത്തെ പ്രവർത്തനം? നസിൽ. ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകും, ജനാബത്തുള്ളവർക്ക് ഹറാമാകും, ഹൈല് നിഫാസ് ഉള്ളവർക്ക് ഹറാമാകും. ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകുന്ന കാര്യം എന്താണ്? നിസ്കാരം. അപ്പോൾ സി എഴുതുക. ജനാബത്തുള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ ഏതാണ്? പള്ളിയിൽ താമസിക്കൽ. അപ്പോൾ എ എഴുതുക. അടുത്ത ഹൈല് നിഫാസ് ഉള്ളവർക്ക് ഹറാമാകുന്ന കാര്യം ഏതാണ്? ബി, നോമ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫിഖുൽ ഇസ്ലാമിലെ ലാ യമിസു ഇല്ലൽ മുത്തഹറൂൻ എന്ന രണ്ടാമത്തെ പാഠം.